ഫ്രണ്ട്സ്, ഇന്നെന്താണ് കുറച്ച് വേസ്റ്റ് പേപ്പറുകൾ നിങ്ങളെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ശരിക്കും വേസ്റ്റ് പേപ്പറുകളൊന്നും അല്ല, ഇത് നിധിയാണ്. നിധി എന്ത് നിധി എന്ന് വെച്ചാൽ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്തെങ്കിലും ഡ്രോയിങ് ചെയ്ത് അത് ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് തരിക എന്നുള്ളത്. അവരിത് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒളിച്ചിരിക്കും. എന്നിട്ട് ഞങ്ങളെ പറയാതെ നോക്ക്, എന്താണെന്ന് നോക്കുക. എന്നിട്ട് അപ്പം നമ്മളത് നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഫേസിലുണ്ടാകുന്നൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എന്താ പറയുക ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ആ എക്സ്പ്രഷൻസ് കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഒരു സന്തോഷമാണ് അവരതിൽ കാണിക്കുന്നത്. സന്തോഷവും സ്നേഹവും ഞങ്ങളോടുള്ള കരുതലും ഒക്കെയാണ്. ഈ പേപ്പറുകളെല്ലാം മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതിനകത്ത് എവിടെയെങ്കിലും ഐ ലവ് യു ചാച്ച, ഐ ലവ് യു അമ്മ എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ അപ്പം അവരെ സംബന്ധിച്ച് അവർ തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഞങ്ങൾക്കിത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നിധിയാണല്ലോ. അപ്പോൾ ഇത് ശരിക്കും എന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ഈ ഒരു പ്രായത്തിൽ ഇത് ചെയ്യുന്ന ഒരു ഇതാണിത്. പക്ഷേ നമ്മളിൽ ചിലരെങ്കിലും കുഞ്ഞുങ്ങൾ ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ശാസിക്കാറുണ്ട്. അവരെ പറയും ബുക്ക് നശിപ്പിച്ചു, അല്ലെങ്കിൽ എല്ലാം വേസ്റ്റാക്കി, ക്രയോൺസ് ഒടിച്ചു, കളേഴ്സ് അവിടെ ആക്കി, ഭിത്തിയിലാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും വഴക്ക് പറയാറുണ്ട്. പക്ഷേ ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതുമല്ല, ഈ ഹാൻഡ് കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതെല്ലാം സ്റ്റെപ്സിൻ്റെ ഒരു ഭാഗമാണ് ഈ ഡ്രോയിങ്സ് എല്ലാം. അപ്പം നമ്മൾ അതുമാത്രമല്ല, ഇത് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് അവർ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുള്ളൊരു സ്റ്റെപ്പാണത്. മാത്രമല്ല, അവർ പുറത്ത് പോയിട്ട് അവരെന്തൊക്കെ കാണുന്നു, അവരെന്തൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ അവർ എന്തൊക്കെ കളേഴ്സിലാണ് അവരത് എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ള ഒരു വേ ഓഫ് മെത്തേഡും കൂടെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം കുഞ്ഞുങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്നുള്ളത്. അത് ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്, ഇപ്പോൾ ചിലർക്ക് നന്നായി വരച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർ കേട്ട് കഴിഞ്ഞാൽ ആ കാര്യം ഇങ്ങനെ വരച്ചു കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കത് പഠിക്കാൻ പറ്റും. അതായത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള കഴിവുകൾ പലതരത്തിലാണ്. ചിലർ വരച്ച് പഠിക്കും, കണ്ട് പഠിക്കും, കേട്ട് പഠിക്കും, ചിലപ്പോൾ ഡിസൈൻ ചെയ്ത് പഠിക്കും. അപ്പം നമ്മൾ ഈ ഓരോ കഴിവിലൂടെ കുഞ്ഞുങ്ങളുടെ ആ പഠിക്കാനുള്ള കഴിവെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് കുറേ നേരം ബുക്ക് വായിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർക്ക് ഒരു തവണ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റും. ചിലർക്ക് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ, കളർഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പഠിക്കാൻ പറ്റും. ചിലർക്ക് അതേസമയം ഡ്രോ ചെയ്ത് പഠിച്ചാലായിരിക്കും പഠിക്കാൻ പറ്റുക. അപ്പം നമ്മൾ ഇതിലൂടെ കുഞ്ഞുങ്ങളുടെ കഴിവ് മനസ്സിലാക്കി അവരെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞത് ഇതെല്ലാം നിങ്ങളൊരു ഫയലിലാക്കി സൂക്ഷിക്കണം എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങളതുപോലെ പറയണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ കാണിക്കാം, കണ്ടോ നീ ആദ്യം ഇങ്ങനെയാണ് തുടങ്ങിയത്, ഇതിൽ നിന്നാണ് നീ ഒരു ലെവലിലെത്തിയത്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇത് കുറഞ്ഞ് ഇപ്പോൾ ആരെങ്കിലും ചെറുതായിട്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ അവരെ ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. മക്കൾ അവരെ കൂടി പ്രോത്സാഹിപ്പിച്ച് അവരെ വളരാനായിട്ട് സഹായിക്കുകയാണ് വേണ്ടതെന്ന് നമുക്ക് നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് അവർക്ക് എല്ലാവരും ഒരുപോലെ കാണാനുള്ള കഴിവുണ്ടാവുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അപ്പോൾ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ചിലർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ഡയലോഗ് കണ്ടിട്ട് വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുമ്പോൾ അൺസബ്സ്ക്രൈബ് ആവുമേ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഓക്കേ, താങ്ക് യു.